ഹായ് ഹലോ, ഇന്നത്തെ വീഡിയോ 7ാം ക്ലാസ്സിലെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ഓണം എക്സാമാണ് വരുന്നത് അല്ലേ. അപ്പോൾ എല്ലാവരും ടൈം ടേബിളൊക്കെ കിട്ടിയല്ലോ അല്ലേ. അപ്പോൾ പഠിച്ചു തുടങ്ങുക. അപ്പോൾ നമുക്ക് ഇന്ന് 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകം ബേസ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ ഒരു മോഡൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ തന്നിട്ടുണ്ട്. ആക്ടിവിറ്റി 1 എന്താണ്? റീഡിങ് കോംപ്രഹെൻഷൻ ആണ്. റീഡ് ദ സ്റ്റോറി ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ഫോളോവിങ് ക്വസ്റ്റ്യൻസ് അല്ലേ. താഴെ ഒരു സ്റ്റോറി തന്നിട്ടുണ്ട്, അത് വായിച്ചിട്ട് റീഡ് ചെയ്തിട്ട് അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Once there lived a greedy man in a small town. He was very rich and he loved gold very much, but he loved his daughter more than anything. One day he met a fairy whose hair was caught in the branches of a tree. He helped her out and the fairy was joyful. She requested him to ask a wish. He said, "I wish all that I touch should turn to gold." And his wish was granted by the graceful fairy. On the way home, he touched many things and turned them into gold. When he reached home, his little daughter rushed to greet him. He bent down and took her up in his arms. Suddenly, she turned into a gold statue. He was shocked and cried aloud. He realized his foolishness and spent the rest of his days searching for the fairy to take away his wish. അല്ലേ, ഇവിടെ തന്നിട്ടുള്ളത് ഒരു ഗ്രീഡി മാൻ്റെ ഒരു സ്മോൾ സ്റ്റോറിയാണ് അല്ലേ. ഒരു ടൗണിൽ ജീവിക്കുന്ന ഒരു റിച്ച് മനുഷ്യനുണ്ടായിരുന്നു. അയാൾക്ക് എന്താണ്, ഗോൾഡ് ഭയങ്കര ഇഷ്ടമായിരുന്നു. അയാളെ മകളെ ഭയങ്കര സ്നേഹിച്ചിരുന്നു. മകൾ കഴിഞ്ഞിട്ട് അയാൾക്ക് എല്ലാം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഒരു സമയത്ത് ഒരു ഫെയറിനെ, ഒരു ദേവതയെ കണ്ടുമുട്ടിയപ്പോൾ ഒരു വരം ചോദിച്ചു അല്ലേ, വിഷ് ചോദിച്ചപ്പോൾ അയാൾ എന്താണ് പറഞ്ഞത്? ഞാൻ തൊടുന്നതൊക്കെ സ്വർണ്ണമാവണം എന്നുള്ളൊരു ആഗ്രഹമാണ് അതിനെ ഫെയറിനോട് ചോദിച്ചത്. അപ്പോൾ അത് നടത്തി കൊടുത്ത് ദേവത എന്ത് ചെയ്തു, ഫെയറി പോയി. പക്ഷെ എന്തായി, അങ്ങനെ അയാൾ വീട്ടിൽ വന്നപ്പോൾ പ്രിയപ്പെട്ട മകളെ ടച്ച് ചെയ്തതും മകൾ സ്റ്റാറ്റ്യൂ ആയി, ഗോൾഡ് സ്റ്റാറ്റ്യൂ ആയി മാറി എന്നുള്ള ഒരു സ്റ്റോറിയാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇവിടെ 5 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. റൈറ്റ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. സ്റ്റോറിക്ക് നല്ലൊരു ടൈറ്റിൽ കൊടുക്കാൻ പറയുന്നുണ്ട്, തലക്കെട്ട്. പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ സ്റ്റോറി വിച്ച് മീൻസ് ആസ്ക്ഡ് ഹംബ്ലി. വൈ വാസ് ദ മാൻ ഷോക്ക്ഡ്? ഐഡൻറ്റിഫൈ ദ വേർഡ് വിച്ച് ഡിസ്ക്രൈബ്സ് ദ ഫെയറി. വാട്ട് മെസ്സേജ് ഡു യു ഗെറ്റ് ഫ്രം ദ സ്റ്റോറി? അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. ഫസ്റ്റിങ് ഒരു ടൈറ്റിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എ ഗോൾഡൻ ടച്ച് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. സെക്കൻഡ്, പിക്ക് ഔട്ട് ദ വേർഡ് ദ സ്റ്റോറി അല്ലേ, റിക്വസ്റ്റഡ് ആണ് അല്ലേ. ഹംബ്ലി എന്ന് പറയുന്നത് റിക്വസ്റ്റഡ് എന്ന് പറഞ്ഞ വേർഡാണ്. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? മാൻ ഷോക്ക്ഡ്. വൈ വാസ് ദ മാൻ ഷോക്ക്ഡ്? വെൻ ഹി ടച്ച്ഡ് ഹിസ് ഡോട്ടർ ഷീ ബിക്കെയിം എ ഗോൾഡ് സ്റ്റാറ്റ്യൂ അല്ലേ. അത് കണ്ടപ്പോഴാണ് അയാൾ മകളെ തൊട്ടപ്പോൾ എന്ത് ചെയ്തു, മകളൊരു സ്റ്റാറ്റ്യൂ ആയി, ഗോൾഡ് സ്റ്റാറ്റ്യൂ ആയി മാറി. അത് കണ്ടപ്പോൾ മാൻ ഷോക്ക്ഡായി. ഇനി ഐഡൻറ്റിഫൈ ദ വേർഡ് വിച്ച് ഡിസ്ക്രൈബ്ഡ് ദ ഫെയറി. എന്താണ്? ഗ്രേറ്റ്ഫുൾ ഫെയറി. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, എ ഗ്രീഡ് ബ്രെയിൻസ് ലോസസ് ഇൻ ലൈഫ് അല്ലേ. ആ മാൻക്ക് എന്താ സംഭവിച്ചത്? ജീവിതമല്ലേ നഷ്ടമായത്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു പാഠമാണ് അല്ലേ. അതിമോഹം ആപത്താണ് എന്നുള്ളൊരു സ്റ്റോറിയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. യു ഹാവ് റീഡ് ആൻഡ് എൻജോയ്ഡ് ദ സ്റ്റോറി എ ഡോൾസ് ജേർണി. നിങ്ങൾ ഡോൾസ് ജേർണി എന്ന് പറഞ്ഞ സ്റ്റോറി വായിച്ചില്ലേ. ദർ വേർ ന്യൂമറസ് ലെറ്റേഴ്സ് ദാറ്റ് കംഫ റോഡ് ദ ഗേൾ പ്രീറ്റെൻഡിങ് ടു ബി ദ ഡോൾ. The girl has decided to write a reply to the doll. Prepare a letter അല്ലേ. ആ പാഠത്തിൽ എന്താണ് ഓതർ, ആ ഒരു മാന് എന്താണ്, കഫ്ക പെൺകുട്ടിക്ക് കത്ത് എഴുതുന്നുണ്ട് അല്ലേ. ഡോള് എന്നുള്ള രീതിയിൽ, ഡോൾ എഴുതുന്ന രീതിയിൽ കത്ത് എഴുതുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ആ ഗേള് തിരിച്ച് മറുപടി അയക്കുകയാണ് ആ ഡോളിന്. അങ്ങനെ ഒരു ലെറ്റർ എഴുതാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റർ എഴുതുന്ന ഫോമൊക്കെ പഠിച്ച് വെക്കണം കേട്ടോ. ഡേറ്റും പ്ലേസും എഴുതുക. എന്നിട്ട് ഡിയർ ഡോൾ, ഐ വാസ് സോ ത്രില്ഡ് ടു റിസീവ് യുവർ ലെറ്റേഴ്സ്
I could not believe that you were writing to me from all the amazing places you have been. I felt like I was right there with you on your adventures. I am so glad you are having a wonderful time traveling and meet you people. I have missed you so much since you left, but knowing you are happy makes me happy too. Please keep writing to me and telling me all about your journey. I can't wait to hear what happens next. With love. അല്ലേ ഡിയർ ഡോളിന് എഴുതുന്ന പോലെ ആ കുട്ടി മറുപടി അയച്ചിട്ടുണ്ട് അല്ലേ. നിൻ്റെ കത്ത് കിട്ടുമ്പോൾ എനിക്ക് ഭയങ്കര ത്രില്ലാണ്, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നിൻ്റെ അമേസിങ് ആയിട്ടുള്ള പ്ലേസിനെ കുറിച്ചിട്ടൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, അഡ്വഞ്ചറസ് ഒക്കെ കാണുമ്പോൾ എനിക്ക് കൂടുതൽ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇവിടെ ഒരു ലെറ്റർ ഉണ്ട് അല്ലേ. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. മൂന്നാമത്തെ ആക്ടിവിറ്റി കോൺവെർസേഷൻ ആണ് കേട്ടോ. റിക്കി കുഡ് നോട്ട് ഫൈൻഡ് ഹിസ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. ഹി സെർച്ച്ഡ് എവ്രിവർ. അറ്റ് ലാസ്റ്റ് ഹി ടോൾഡ് ടു ഹിസ് മദർ അബൌട്ട് ഇറ്റ്. പ്രിപ്പയർ എ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ റിക്കി ആൻഡ് ഹിസ് മദർ. അപ്പോൾ റിക്കി അവൻ്റെ ടീഷർട്ട് ഒരുപാട് തിരഞ്ഞു നോക്കിയാണ് ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് അല്ലേ, ഫുട്ബോൾ ടീഷർട്ട്. പക്ഷേ അവനക്കത് എന്താണ് എല്ലായിടത്തും അവൻ തിരഞ്ഞു. ബട്ട് ലാസ്റ്റ് ഹി ടോൾഡ് ഹിസ് മദർ അബൌട്ട് ഇറ്റ് അല്ലേ, മദറിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കോൺവെർസേഷൻ സംഭാഷണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. റിക്കിയും അവൻ്റെ അമ്മയും കൂടിയിട്ടുള്ള റിക്കി ആൻഡ് ഹിസ് മദർ. നമുക്ക് നോക്കാം എങ്ങനെ എഴുതാമെന്ന്. റിക്കി ചോദിക്കുക, മം ഐ കാൺട്ട് ഫൈൻഡ് മൈ ഫേവറേറ്റ് ടീഷർട്ട്. എനിവൺ ഐ ഹാവ് ലുക്ക്ഡ് എവരിവൺ. മദർ, ഓക്കെ ലെറ്റ്സ് തിങ്ക്. വെൻ വാസ് ദ ലാസ്റ്റ് ടൈം യു വോർ ഇറ്റ്? Ricky, I think it was yesterday. I wore it to play with my friend. Mother, did you take it off when you came home? Ricky, I think I left in the living room. Mother, let's go check and living room and see if it is there. Ricky, already checked, mom is not there. എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. Arrange events in order. Ricky starts taking better care of his things. Ricky's parents purchased the butter robot. Ricky becomes ashamed to how he treats his belongings. Ricky searches for his missing t-shirt and football. Ricky complains to his parents about the butler robot. അപ്പോൾ എന്താണ് ഇത്? ആ പാഠത്തിലുള്ള റിക്കിൻ്റെ പാഠത്തിലുള്ള ഇവൻസാണ്. ഇത് അറേഞ്ച് ആയിട്ടുള്ള ഓർഡറിലല്ല കൊടുത്തിട്ടുള്ളത്, അത് അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കാം എങ്ങനെ എഴുതാമെന്ന്. ഫസ്റ്റ് എന്താണ്? റിക്കീസ് പാരൻസ് പർച്ചേസ്ഡ് ദ ബട്ട്ലർ റോബോട്ട്. സെക്കൻഡ് വരുന്നത് റിക്കി സെർച്ചസ് ഫോർ ഹിസ് മിസ്സിംഗ് ടീഷർട്ട് ആൻഡ് ഫുട്ബോൾ. തേർഡ് വരുന്നത് റിക്കി കംപ്ലൈൻസ് ടു ഹിസ് പാരൻസ് അബൌട്ട് ദ ബട്ട്ലർ റോബോട്ട്. ഫോർത്ത് വരുന്നത് റിക്കി ബിക്കംസ് അഷെയിംഡ് ഓഫ് how he treats his belongings. ഫിഫ്ത്ത് വരുന്നത് റിക്കി സ്റ്റാർട്ട്സ് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ഹിസ് തിങ്സ്. ഓക്കെ, നമുക്ക് അഞ്ചാമത്തെ നോക്കാം. ആക്ടിവിറ്റി 5, എഡിറ്റ് ദ ഫോളോയിങ് പാസേജ് ആണ്. ഇവിടെ പാസേജ് തന്നിട്ടുണ്ട്, അണ്ടർലൈൻ ചെയ്തത് എഡിറ്റ് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. മൈ ഐഡിയ വാസ് ടു ഡ്രോ ഔട്ട് $6 ഓഫ് ഇറ്റ് ഫോർ പ്രസൻസ് യൂസ്. സമ്മൺ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഗേവ് മീ എ ചെക്ക് ബുക്ക് ബൈ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എ ലിറ്റിൽ വിൻഡോ ആൻഡ് സമ്മൺ എൽസ് ബിഗാൻ ടെല്ലിംഗ് ടു ഹൗ റൈറ്റ് ഇറ്റ്. ടു ഹൗ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഔട്ട്, ദ പീപ്പിൾ ഇൻ ദ ബാങ്ക് തിങ്ക് ദാറ്റ് ഐ വാസ് എ മില്യനെയർ ഹു ഹാഡ് സംതിങ് റോങ് വിത്ത് ഹിം. തിങ്കും മില്ലനെയറും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഇത് എഡിറ്റ് ചെയ്യണം. എന്താണ് ഇതിൻ്റെ മിസ്റ്റേക്ക് എന്ന് നമുക്ക് കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എഡിറ്റ് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ എഡിറ്റ് ചെയ്ത് നോക്കാം. സമ്മൺ, ത്രോ, ഹൗ ടു, തോട്ട്, മില്ലനെയർ. മില്ലനെയർ എന്നുള്ളതിൻ്റെ സ്പെല്ലിംഗ് ആണ് തെറ്റ്, അത് ശരിയാക്കി എഴുതാനാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കഷൻ. എല്ലാവരും നന്നായിട്ട് റീഡ് ചെയ്ത് പഠിച്ചിട്ട് പോവുക എക്സാമിന്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് കാണാം. എല്ലാവർക്കും ബൈ ബൈ.